എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഛേദകരേഖയും സ്പർശരേഖയും അവയുടെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. എന്താണ് ഛേദകരേഖ, എന്താണ് സ്പർശരേഖ, അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മള് രേഖ അതുപോലെ രേഖാഖണ്ഡം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അല്ലെ. ഒരു രേഖ രണ്ട് ഭാഗത്തേക്കും ആരോമാർക്കിട്ട് പോകുന്ന, അങ്ങനെ അനന്തമായി പോകുന്നതിനാണ് രേഖ എന്ന് പറയും. അതിന്റെ ഒരു ഭാഗത്തെ, അതിന്റെ ഒരു കഷ്ണത്തെയാണ് രേഖാഖണ്ഡം എന്ന് പറയും അല്ലെ. ഛേദകരേഖ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയിരുന്നു. അതുപോലെ സ്പർശരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്, തമ്മിലെ വ്യത്യാസം. ഇവിടെ ഒരു വൃത്തം, ഈ വൃത്തത്തിലേക്ക് നോക്കും. വൃത്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നും ഒരേ അകലത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ബിന്ദുക്കളുടെ ഒരു സമൂഹം, ഒരു കൂട്ടത്തെയാണ് വൃത്തം എന്ന് പറയും. ആ നിശ്ചിത ബിന്ദുവിനെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയട്ടെ. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരക്കുന്നതിനെ ആരം എന്ന് പറയും. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തട്ടി വരക്കുന്ന വരിയെ ഞാണ് എന്ന് പറയും. അങ്ങനെ വൃത്തത്തിൽ ഒരുപാട് ഞാണുകൾ വരക്കാം. അതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ടാവും. ഏറ്റവും വലിയ ഞാണി എന്ന് പറഞ്ഞാൽ അത് വ്യാസമായിരിക്കും. ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം, അല്ലെങ്കിൽ വ്യാസത്തിന്റെ പകുതിയാണ് ആരം അല്ലെ. ഈ വൃത്തത്തിലെ ബിന്ദുക്കൾ അനന്തമാണ്. എത്ര എണ്ണം കൊണ്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഇതാ ഒരു രേഖാഖണ്ഡം അല്ലെങ്കിൽ ഒരു രേഖ. ഈ രേഖ ഇങ്ങനെ പോവാണ്, അത് ഈ വൃത്തത്തിൽ തട്ടുന്നില്ല, തട്ടാതെ പോവാം. ഓക്കെ, ഈ ചിത്രം നോക്കുക. ഈ വൃത്തം ഇവിടെ ഇതാ ഒരു രേഖ ഇങ്ങനെ പോകുന്നു. അത് ആ വൃത്തത്തെ രണ്ട് ബിന്ദുക്കളിൽ തൊടുന്നു, തട്ടില്ലേ, രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ ഈ രേഖയും ആ വൃത്തത്തെ രണ്ട് ബിന്ദുക്കളിൽ തൊടുന്നുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ആ വരയാണ് ഛേദകരേഖ. വൃത്തത്തെ ഛേദിക്കുക, കഷ്ണമാക്കുക. രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന രേഖയുടെ പേരാണ് ഛേദക രേഖ. ഇനി നമുക്ക് വേറെ വരക്കാം, എന്താ ഛേദകരേഖ. ഇത് തട്ടിയിട്ടേ ഇല്ല, ഇത് ഛേദിച്ച് മുറിച്ചു പോണ രണ്ട് സ്ഥലത്ത്. മൂന്ന് സ്ഥലത്ത് തട്ടാണെങ്കിൽ അതൊരു വരിയാവില്ല. കാരണം ഇങ്ങനെ രണ്ടോട് തട്ടിയാൽ പിന്നെ മൂന്നാമത് തട്ടെങ്കിൽ അത് ഒടിഞ്ഞു വരാം, അത് രേഖയാവും. അപ്പൊ ഒരു രേഖ രണ്ട് ബിന്ദുക്കളിൽ തട്ടിപ്പോകുന്നതിനെയാണ് നമ്മൾ ഛേദകരേഖ എന്ന് പറയാം. ഇവിടെ ഇതാ ഒരു വൃത്തം. ഈ വൃത്തത്തിലെ ഒരു പ്രത്യേക പോയിന്റ്, ഈ ഒരു ബിന്ദു, ഒരൊറ്റ ബിന്ദുവിൽ കൂടി മാത്രം ടച്ച് ചെയ്ത് പോകുന്ന രേഖ. ഇങ്ങനെ പോകുന്നതിനെയാണ് സ്പർശരേഖ. സ്പർശിച്ചു തൊട്ടു പോവുക. ഓക്കെ, ഒരു ബിന്ദുവിൽ കൂടി മാത്രം കടന്നു പോകുന്ന രേഖയുടെ പേരാണ് സ്പർശരേഖ. ഈ രേഖ വൃത്തത്തിൽ ഒരു പ്രത്യേക പോയിന്റിൽ കൂടി കടന്നു പോകും. ഒരു പോയിന്റിൽ കൂടി മാത്രം കടന്നു പോകുന്ന രേഖയുടെ പേരാണ് സ്പർശരേഖ. അപ്പോൾ ഒരു വൃത്തത്തിൽ അനേകം സ്പർശരേഖകൾ. അങ്ങനെ ഈ തട്ടുന്ന ബിന്ദു ഉണ്ടല്ലോ, ഒരു പുള്ളിയിലല്ലേ തട്ടുക. ഒരു പുള്ളിയിൽ തട്ടുന്നതിനെ സ്പർശരേഖ എന്ന് പറയും. ആ പുള്ളിയെ, ആ ബിന്ദുവിനെ സ്പർശ ബിന്ദു എന്നും പറയും. ഓക്കെ, ഇത് വൃത്തത്തിൽ തൊടുന്നേയില്ല, തട്ടുന്നേയില്ല. ഇത് രണ്ട് സ്ഥലത്തിലൂടെ തട്ടുന്നു. ഇതിനെ ഛേദകരേഖ എന്ന് പറയും. ഇത് ഒരൊറ്റ ബിന്ദുവിൽ കൂടി മാത്രം കടന്നു പോകുന്നു. അങ്ങനെയുള്ള രേഖയുടെ പേരാണ് സ്പർശരേഖ. ഈ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന സ്പർശരേഖ ഇത്. തൊട്ടപ്പുറത്തെ ഒരു പോയിന്റ് നിങ്ങൾ വിചാരിക്കുക, അതിലൂടെ കടന്നു പോകുന്ന സ്പർശരേഖ അത് വേറെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റ് മാറും തോറും ആ ഛേദകരേഖ, സ്പർശരേഖകള് മാറിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിൽ എത്ര പോയിന്റുകളുണ്ടോ, എത്ര ബിന്ദുക്കളുണ്ടോ, ഓരോ ബിന്ദുവിൽ കൂടി ഓരോ സ്പർശരേഖകൾ വരക്കാം. അപ്പോ എത്ര ബിന്ദുക്കളുണ്ടോ അത്ര സ്പർശരേഖകൾ നമുക്ക് വരക്കാൻ കഴിയും. അനന്തമാണ് ബിന്ദുക്കളുടെ എണ്ണം, അതുകൊണ്ട് വരക്കാൻ കഴിയുന്ന സ്പർശരേഖകളുടെ എണ്ണവും അനന്തമായിരിക്കും. ഓക്കെ, ഇനി വേറെ രീതിയിൽ പറയാം. ഈ വര രണ്ട് സ്ഥലത്ത് തട്ടില്ലേ, അതുകൊണ്ടാണ് അതിന്റെ പേര് ഛേദകരേഖ. ആ വര കുറച്ചുകൂടെ അപ്പുറത്ത് ഒന്നും. അപ്പൊ എന്താ, ഈ രണ്ട് പുള്ളികളൊന്നും ഇങ്ങോട്ട് കയറി, ഒന്നുകൂടെ അപ്പുറത്ത് ഒന്ന് കയറിക്കാം. അപ്പൊ ഇങ്ങോട്ട് ഈ ബിന്ദുക്കൾ അടുത്ത് വരണം, ഒന്നുകൂടെ അടുത്ത്. അങ്ങനെ ഒന്നും കൂടെ അടുത്ത്. അങ്ങനെ ഛേദകരേഖയിലെ, ഛേദിക്കുന്ന രേഖയിലെ രണ്ട് ബിന്ദുക്കളും ചേർന്ന് ഒരൊറ്റ ബിന്ദുവായി സംഗമിക്കുന്ന ആ സമയം ആണ് സ്പർശരേഖകൾ ഉണ്ടായത്. അതായത് ഛേദകരേഖയിലെ രണ്ട് ബിന്ദുക്കളും ഒരേ ഒരു ബിന്ദുവിലേക്ക് എത്തുമ്പോഴാണ് ഛേദകരേഖ എന്നുള്ള മാറി
സ്പർശരേഖ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ വരും. ഒന്നുകൂടെ അടുത്താൽ എന്തോ ഈ പോയിന്റ് വിളിക്കും, ഒന്നുകൂടി അടുക്കുക, ഒന്നുകൂടി അടുത്താൽ ലാസ്റ്റ് ഈ 2 പോയിന്റ് 3ലേക്ക് വരും. ഓക്കെ, അപ്പൊ സ്പർശരേഖ പറഞ്ഞു ആ ബിന്ദുവിനെ സ്പർശ ബിന്ദു എന്ന് പറയും. ഓക്കെ അല്ലെ? ഇതാ അടുത്ത പോയിന്റുകൾ പറയും. ഛേദക രേഖയിൽ നിന്നും എങ്ങനെയാണ് സ്പർശരേഖ, അതിന്റെ ഒരു രൂപമാണ്. ഇവിടെ പോയിന്റ് എടുക്കാം, എ എന്നുള്ള പോയിന്റ്. ഈ പോയിന്റിലൂടെ ഒരു ഛേദക രേഖ വരച്ചു, വേറെ ഒന്ന് വരച്ചു. ഈ പോയിന്റ് മാറാതെ ഛേദക രേഖ അങ്ങനെ വരച്ചു. ഇത് 2 സ്ഥലത്തെത്തും. അടുത്ത ഈ രേഖ 2 സ്ഥലത്തെത്തും. അടുത്തത് ഇവിടെയും പടി നടക്കും. ഒന്ന് പടിയും ഒന്ന് പടി. അങ്ങനെ അങ്ങനെ ഇത് രണ്ടും ഛേദക രേഖയാണ്. 2 പുള്ളികൾ ഛേദക രേഖയാണ്. അങ്ങനെ ഛേദക രേഖയാണ്. ഇതും നീട്ടി വെച്ച് അങ്ങനെ ഈ പുള്ളി 2 ആ 2 ചെറുതായി എടുത്തു, ആ 2 ചെറുതായി എടുത്തു. അങ്ങനെ വന്ന് ആ പോയിന്റുകൾ എങ്ങനെ വന്ന് രണ്ടും ഒരു പോയിന്റ് തന്നെയായി കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പർശരേഖകൾ. ഇങ്ങനെയാണ് സ്പർശരേഖകൾ ഛേദകരേഖകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് ഓരോ ബിന്ദുവിലേക്കും നമുക്ക് ഓരോ ആരങ്ങൾ വരക്കാം. ഈ ബിന്ദുവിലേക്ക് ഒരു ആരം വരക്കാം. അടുത്ത ബിന്ദുവിലേക്ക് ഓരോ ബിന്ദുവിലേക്ക് നമുക്ക് എന്ത് വരക്കാം? ആരങ്ങൾ വരക്കാം. എത്ര ബിന്ദുക്കളുണ്ടോ അത്ര ആരങ്ങൾ വരക്കാം. ബിന്ദുക്കൾ അനന്തമാണ്, അതുകൊണ്ട് ആരങ്ങൾ അനന്തമാണ്. അങ്ങനെ ഈ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ കൂടി മാത്രം പോകുന്ന രേഖ അതാണ് ഈ കാണുന്നത് PQ എന്ന് പറഞ്ഞാൽ ഇത് സ്പർശരേഖയാണ്. ഇവിടെ നിന്നും ഈ വൃത്തത്തിലേക്ക് ഒരുപാട് ആരങ്ങൾ നമുക്ക് വരാം. എല്ലാ പോയിന്റിലേക്കും ആരങ്ങൾ വരാം. അങ്ങനെ എല്ലാ പോയിന്റിലേക്ക് ആരങ്ങൾ വരക്കുമ്പോൾ ഇത് വൃത്തത്തിലെയും പോയിന്റാണ്, ആ രേഖയിലെയും പോയിന്റാണ്. അതുകൊണ്ടാണ് രണ്ടും സ്പർശരേഖ എന്ന് പറയുന്നത്. രണ്ടിനും കോമൺ ആയിട്ട് വൃത്തത്തിലും ഈ വരക്കും പൊതുവായൊരു ബിന്ദു ഉണ്ട്. അതുകൊണ്ടാണ് ഈ വരയെ ആ സ്പർശരേഖ എന്നും ഈ ബിന്ദുവിനെ സ്പർശ ബിന്ദു, ഇതിന് M എന്ന് കൊടുത്തു തോന്നുന്നു. PQ ആണ് സ്പർശരേഖ, M എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. M എന്നുള്ള ബിന്ദുവാണ് സ്പർശ ബിന്ദു. ഈ ബിന്ദു വൃത്തത്തിന്റെയും അതുപോലെ ഈ രേഖയുടെയും ആണ്, 2 പേരുടെയുമാണ്. ഈ ബിന്ദു ആരാ? അത് വൃത്തത്തിലെ ബിന്ദുവാണ്. ഇതും വൃത്തത്തിലെ ബിന്ദുവാണ്. ഇതോ ഈ രേഖയിലെ ബിന്ദുവാണ്. എന്നാൽ ഈ പുള്ളിയോ ആ രേഖയിലുമുണ്ട്, അതോടൊപ്പം വൃത്തത്തിലുമുണ്ട്. അതുകൊണ്ട് അതാണ് സ്പർശരേഖയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ നിന്നും ആരങ്ങൾ വരക്കാം, അനേകം ആരങ്ങൾ വരക്കാം. ഒരു വൃത്തത്തില് അനേകം ആരങ്ങൾ വരക്കാം. അപ്പൊ അതിൽ ഒരു ആരം ഇവിടേക്ക് വരും. ഇത് വൃത്തത്തിലെ ബിന്ദുവല്ലേ? വൃത്തത്തിലെ എല്ലാ ബിന്ദുവിലേക്കും നമ്മൾ ആരങ്ങൾ വരക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ആരം വരുന്നു ആ ബിന്ദുവിലേക്ക്. ഇതും ആരങ്ങളൊക്കെ ആരങ്ങളാണ്. എന്നാൽ ഈ ആരത്തിന്റെ പ്രത്യേകത, ആ ആരം ഈ സ്പർശരേഖവുമായിട്ട് ലംബമായിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും ഈ കോൺ. അങ്ങോട്ട് 90 ആണ്, ഇങ്ങോട്ട് 90. രേഖീയ ജോഡിയാണ് കൂട്ടിയ തൊട്ടുണ്ടാവും. അപ്പോ ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി മാത്രം കടന്നു പോകുന്ന രേഖയുടെ പേരാണ് സ്പർശരേഖ. ആ ഒരു പുള്ളി, ആ പോയിന്റിനെ സ്പർശ ബിന്ദു എന്ന് പറയും. വൃത്തകേന്ദ്രത്തിൽ നിന്നും അനേകം ആരങ്ങൾ വരക്കാം. അതിൽ ഒരു ആരം നമ്മൾ ഈ സ്പർശ ബിന്ദുവിലേക്ക് വരും. ആ ആരവും ഈ രേഖ എന്ന സ്പർശരേഖയും എന്തായിരിക്കും? പരസ്പരം ലംബമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ കോൺ 90. OM എന്ന വരല്ലേ, OM എന്ന വര താഴെയുള്ള PQവിന് എന്താണ്? ലംബമായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കോണുകൾ 90 ഡിഗ്രി. OMQ 90 ഡിഗ്രി ആയിരിക്കും. OMP 90 ഡിഗ്രി. കോൺ OMQ 90 ആണ്. കോൺ OMPയും എന്താണ്? 90 ഡിഗ്രി. ഓക്കെ, കാണുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയാം. ഒരു വൃത്തം, അതിന് പുറത്തൊരു ബിന്ദു അറിയപ്പെടും. ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിന്റെ ഉള്ളിലൂടെ കുറെ വരകൾ നമുക്ക് അനേകം വരാം. അതുപോലെ വൃത്തത്തിന്റെ പുറത്തുകൂടെ വരക്കാം. ഇത് വൃത്തത്തിൽ തട്ടുന്നേ ഇല്ല. ഇത് വൃത്തത്തിൽ 2 സ്ഥലത്ത് തട്ടുന്നു. ഇത് വൃത്തത്തിൽ തട്ടുന്നില്ല. അതിൽ ഒരു വര ഇങ്ങോട്ട് വരും. എന്താ പ്രത്യേകത? വൃത്തത്തിൽ ഒരു പുള്ളിയിൽ മാത്രം തട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്പർശരേഖ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ വൃത്തത്തിന് ഇതിലൂടെ പോയ ഛേദകരേഖ എടുക്കാം. ഛേദകരേഖ ഉള്ളിലൂടെ പോകും അല്ലെ? അതിൽ ചിലത് വൃത്തത്തിന് പുറത്തിൽ പോകും, വൃത്തത്തിൽ തട്ടാതെ. അതിൽ ഒരു വര വൃത്തത്തിൽ തട്ടും. ഓക്കെ, അങ്ങനെ ഒരു വര അങ്ങോട്ടും തട്ടും, ഒരു വര ഇങ്ങോട്ടും തട്ടും. എന്ന് പറഞ്ഞാല് ഒരു വൃത്തത്തിലെ പുറത്തുള്ള ബിന്ദുവിൽ നിന്ന്, ബാഹ്യഭാഗത്തുള്ള ബഹിർഭാഗത്തുള്ള ബിന്ദുവിൽ നിന്ന് ആ വൃത്തത്തിലേക്ക് അനേകം രേഖകൾ വരക്കാം. വൃത്തത്തിന്റെ ഉള്ളിലൂടെ പുറത്തിലായിട്ട്. എന്നാൽ ആ വൃത്തത്തിൽ ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ മാത്രം തട്ടുന്ന എന്ന് പറഞ്ഞാൽ സ്പർശരേഖ, അത് 2 മാത്രമേ വരക്കാം. ഇവിടുന്ന് വരക്കുന്ന വരകളൊക്കെ സ്പർശരേഖയല്ല. അതുപോലെ ഛേദകരേഖയല്ല. ഇത് സ്പർശരേഖയുമല്ല, ഛേദകരേഖയല്ല. അതുപോലെ ഇത്
ഇത് അവിടെ സ്പർശന ഛേദകര, ഇത് ഛേദകമാണ്, ഛേദകം ഉള്ളിലൂടെ, ഇത് പുറത്തിലൂടെ, രണ്ടുമല്ല. ഇതിൽ ഒരു പോയിന്റിൽ മാത്രം നടന്ന വരെ ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ ഒരു വൃത്തത്തിന്റെ പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് ഒരുപാട് രേഖകൾ വരക്കാം, കുറെ ഛേദകം ഉണ്ടാവും, കുറെ വൃത്തത്തിൽ തട്ടാതെ പോകും. എന്നാൽ വൃത്തത്തിൽ തട്ടി വരക്കുന്ന എത്ര വരകൾ ഉണ്ടാവുള്ളൂ? രണ്ടെണ്ണം. മാത്രമല്ല ആ രണ്ടെണ്ണവും ഒരേ വലിപ്പം ആയിരിക്കും. ഒരേ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ ബിന്ദുവിൽ നമ്മൾ കുറെ വരച്ചു, ഇതിൽ ഒരു സ്പർശരേഖ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇവിടെ ഇത് ഇനി കിട്ടാം, അങ്ങനെ പോയിട്ടുണ്ട് സ്പർശരേഖ, അത് ഇത്ര ഉണ്ട്. ഇവിടെ ക്യൂ, എ ക്യൂ അല്ലല്ലോ എ പി, ഇത് വലുതും ഇത് ചെറുതാണല്ലോ. പിന്നെ അവ തുല്യ നീളമായിരിക്കും എന്ന് പറഞ്ഞത് ഇവിടെ നിന്നും തൊടുന്നത് വരെ, ഇവിടെ തട്ടുന്ന സെല്ലേ ഈ ദൂരം കണ്ട അത് തന്നെയായിരിക്കും ഇവിടുന്ന് ഇവിടെ. ഇത് രണ്ടും ഒരേ വലിപ്പമാണ്. ഇത് 5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇത് 5. അതല്ലാതെ ഈ വര വടം വരെ നീട്ടി, ഈ വര ഒരുപാട് നീട്ടി, കണ്ടാലറിയാൻ വലുതും ചെറുതാണ്. അങ്ങനെയല്ല, സ്പർശരേഖയുടെ നീളം അളക്കുന്നത് ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിൽ തൊടുന്ന സ്പർശിക്കുന്ന ബിന്ദുവിലെ അവിടെ വരെയാണ്. ഈ ദൂരവും തുല്യമായിരിക്കും. ഓക്കെ, വൃത്തം, ഈ വൃത്തത്തിന്റെ കേന്ദ്രം ഇതാണ് വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദു എ. ഇവിടെ നിന്നും ഒരു വര രേഖ വരച്ചു, ഇത് ഛേദക രേഖയാണ്, ഇതും ഛേദക രേഖയാണ്. ഇത് ഛേദകവുമല്ല, സ്പർശരേഖയാണ്. ഒരു ബിന്ദുവിൽ മാത്രം നടന്നു വരാം, അത് ഇതിലൂടെ നമ്മൾ വരക്കണം. ഇതൊക്കെ ഇവിടുന്ന് പോകുന്ന ഏഴിന് പോകുന്ന ബിന്ദു രേഖകളാണ്. ഇതിൽ 2 സ്ഥലത്ത് തട്ടുന്നെങ്കിൽ അതിന്റെ പേര് ഛേദകം, തട്ടുന്നില്ലെങ്കിൽ ഛേദകവുമല്ല സ്പർശവുമല്ല. എന്നാൽ ഒരു ബിന്ദുവിൽ മാത്രം തട്ടുന്നുണ്ടെങ്കിൽ ആ വരയുടെ പേരാണ് സ്പർശ രേഖ. അപ്പൊ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വരച്ചു, അത് മാത്രമേ സ്പർശരേഖ ഉള്ളൂ. ഇനി ഈ പോയിന്റ് ഇവിടെയാണ് നമ്മൾ പോയിന്റ് എടുത്തത്, ഇവിടെയാണ് നമ്മൾ പോയിന്റ് എങ്കിൽ ഇവിടുന്ന് എത്ര വരക്കണം? ഇവിടുന്ന് നിങ്ങൾ വരച്ചത് കുറെ നിങ്ങൾക്ക് വരക്കാം, ഉള്ളിലൂടെ വരക്കാം, അത് 2 പോയിന്റ് തട്ടും ഛേദക. ചിലത് ഇങ്ങനെ പുറത്തിലൂടെ വരും, പുറത്തിലൂടെ വരും, ചിലത് ഉള്ളിലൂടെ വരും. എന്നാൽ ഇവിടെ നിന്നും സ്പർശരേഖ വരക്കാണെങ്കിൽ ഒന്ന് ഈ ഭാഗത്ത് എവിടെയോ തട്ടും, ഒന്ന് ഈ ഭാഗം, രണ്ടെണ്ണേ വരക്കാൻ പറ്റും മാക്സിമം. അത് രണ്ടും ഒരേ വലിപ്പമാണ്. ഒന്ന് വരച്ചു, ഒന്ന് ഇങ്ങനെ ഇതിൽ തട്ടിച്ച് വരച്ചു, ഒന്ന് തട്ടുന്ന സ്ഥലം ഈ പുള്ളി, ഈ ദൂരവും തുല്യമാണ്. എ പി ക്യു, ഇത് ഓ, ഇത് സ്പർശരേഖയാണ്, എങ്കിൽ എ പിയുടെ അതേ നീളം തന്നെയായിരിക്കും എ ക്യൂവിന്. എ പിയും എ ക്യൂവും തുല്യ നീളമായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. എന്താ ഒരു ചിത്രം? ഓ കേന്ദ്രമായ വൃത്തം, അതിന് പുറത്തുള്ള ബിന്ദുവാണ് എ. എയിൽ കൂടി എന്ന ബിന്ദുവിൽ വരച്ചിരിക്കുന്ന സ്പർശരേഖയാണ്, അത് പി എന്ന ബിന്ദുവിൽ വൃത്തത്തിൽ തൊടുന്നു. ഈ വൃത്തത്തിന്റെ ആരം തന്നിരിക്കുന്നു 6 സെന്റിമീറ്റർ. അതുപോലെ ഒ എ, ഈ ദൂരം 10 സെന്റിമീറ്ററുമാണ്. കണ്ടുപിടിക്കേണ്ടത് എ പി, അതായത് ഈ സ്പർശരേഖയുടെ നീളം, ഇവിടെ നിന്നും ഇവിടം വരെ ഈ ദൂരമാണ് കാണുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ പുറത്തുനിന്ന് 2 സ്പർശരേഖയെ വരക്കാൻ പറ്റുള്ളൂ മാക്സിമം. അത് രണ്ടും ഒരേ വഴി, ഒന്ന് ഇങ്ങോട്ട് വരച്ചു, അതുപോലെ ഒന്ന് ഇങ്ങോട്ട് വരക്കാം, ആ നീളം തന്നെ ആയിരിക്കും അല്ലെ. സ്പർശരേഖ, സ്പർശ ബിന്ദു, ഇതാണ്. ഒരു സ്പർശരേഖ ഉണ്ടെങ്കിൽ അവിടെ സ്പർശിക്കുന്ന ബിന്ദു ഉണ്ടാവും. ആ സ്പർശിക്കുന്ന ബിന്ദുവിലേക്ക് ആരം വരച്ചാൽ എത്ര ഡിഗ്രി വരാം? 90 ഡിഗ്രി. ഇവിടുന്ന് ഇതൊക്കെ ആരങ്ങളാണ്, ഇവിടേക്കൊക്കെ വരക്കാം ആരങ്ങൾ, അതൊക്കെ 6 സെന്റിമീറ്റർ. പക്ഷെ ഇവിടുന്ന് ഈ പുള്ളിയിലേക്ക് വരക്കുന്ന ആരത്തിന്റെ പ്രത്യേകത അത് 6 സെന്റിമീറ്റർ ആയിട്ട് മാത്രമല്ല, ഈ വരയുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാവും അല്ലെ. വരച്ചു, ഇവിടെ എത്ര ഡിഗ്രിയാ? 90. കോൺ പി അല്ലെങ്കിൽ എ പി ഒ, കോൺ എ പി ഒ എത്രയാണ്? 90 ഡിഗ്രി. ശരിയല്ലേ? ഇത് വരച്ചു. ഇത് നമുക്കറിയാം 6 സെന്റിമീറ്റർ. ഇത് നമുക്കറിയാം 10 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ വരെ കേട്ടോ. ഇത് 10 ആണ്, ഇത് 6. ഈ ദൂരം എത്രയാണ്? ഓക്കെ, നമുക്കറിയാം ഇതൊരു മട്ടത്രികോണം. 90 ഡിഗ്രി ലംബമാണ്. 90 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണം മട്ടത്രികോണമായി. ഒരു മട്ടത്രികോണത്തിൽ പാദം, ലംബം, കർണം
മട്ടകോൺ ഇതിനുള്ള വശമായിരിക്കും, കാരണം ഇതാണ് ഏറ്റവും വലുത്. ഇതിനേക്കാൾ ചെറുതാണ് ഇത് അല്ലെ, അതുപോലെ ഇതിനേക്കാൾ ചെറുതായിരിക്കും ഇത്. ഇതാണ് ഏറ്റവും വലിയ വശം. പൈതഗോറസ് സിദ്ധാന്തം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഇതാണ് പാദവും ലംബം. കർണം എന്ന് പറഞ്ഞാൽ 90 എതിലുള്ള ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഈ വർഷത്തിന്റെ സ്ക്വയർ കണ്ടിട്ട് ആ വർഷം കാണും. തുടങ്ങല്ലോ. അപ്പൊ നോക്കുക, മട്ട ത്രികോണം ഏതാ? AOP. മട്ട ത്രികോണം AOP യിൽ ഇത് കർണമാണ്. ഇതാണ് പാദവും ലംബം. അതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടുക. OP സ്ക്വയർ പ്ലസ് AP സ്ക്വയർ. OPയുടെ സ്ക്വയറും APയുടെ സ്ക്വയറും കൂട്ടിയാൽ APന്റെ OPന്റെ സ്ക്വയർ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? OA സ്ക്വയർ. ഓക്കെ, OPക്ക് പകരം എടുക്കുക RA സ്ക്വയർ പ്ലസ് APക്ക് പകരം അറിയില്ല, AP അറിയില്ല, അതുകൊണ്ട് AP സ്ക്വയർ. OA സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ. ഓക്കെ, അതിന് 6ന്റെ സ്ക്വയർ 36, AP സ്ക്വയർ അതുപോലെ എഴുതി, 10ന്റെ സ്ക്വയർ 100. ഈ 100 ഇവിടെ എഴുതാം. AP സ്ക്വയറും അവിടെയും എഴുതി. 36 അങ്ങോട്ട് പോകുമ്പോൾ -36 ആവും. ഓക്കെ, 100 36 പോയാൽ 64 ആണ്. എന്താണ് 64? AP അല്ല, AP സ്ക്വയർ ആണ്. APയുടെ സ്ക്വയർ ആണ് 64. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് AP എത്ര ഉണ്ടാകും? 64ന്റെ റൂട്ട് എടുക്കുക. എത്ര? 64ന്റെ റൂട്ട് ഇതിന്റെ സ്ക്വയർ ആയിട്ടുണ്ടല്ലേ, അപ്പൊ 8 സെന്റിമീറ്റർ. AP സമം 8 സെന്റിമീറ്റർ. അതായത് ഈ സ്പർശരേഖയുടെ നീളം 8 സെന്റിമീറ്റർ. ഓക്കെ, ചിലപ്പോ ചോദ്യം ഒന്ന് ഇങ്ങനെ എക്സ്ട്രാ നീട്ടി ചോദിക്കും. AQ എത്രയെന്ന് ചോദിക്കും. AQന്റെ നീളം എത്ര ഉണ്ടാവും? ഇതേ നീളം തന്നെയല്ലേ, എത്രയാണ്? 8 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്രമായി കൊടുക്കും. അതിലെ 2 പോയിന്റുകൾ ടിയും ടി ഡാഷും. വൃത്തത്തിന്റെ പുറത്തുള്ള ബിന്ദുവിൽ നിന്നുള്ള സ്പർശരേഖകളാണ് PTയും PT ഡാഷും. തന്നിരിക്കുന്നത് ആരം 7 സെന്റിമീറ്റർ. ആരം 7ആണ്. സ്പർശരേഖയുടെ നീളം PT ഇല്ലേ, PT തന്നെയല്ലേ PT ഡാഷിലെ അതേ വലിപ്പമാണ്. അത് രണ്ടും 24 സെന്റിമീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് OPയുടെ നീളം. ഒന്ന് P വര. ഈ വര എത്രയെന്നാണ്? 1, 2, 3. ഇതൊരു ത്രികോണമാണ്. ഇതിന് ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് മൂന്നാമത് ചോദിക്കും. ചിലപ്പോ ഇത് രണ്ടെണ്ണം അത് ചോദിക്കും, ചിലപ്പോ ഇതും ഇത് ചോദിക്കും, അല്ലെങ്കിൽ അത് രണ്ടെന്ന് ചോദിക്കും. ഏത് ചോദിക്കും കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് OPയുടെ നീളമാണ്, ഈ വരയുടെ നീളം. ഓക്കെ, പറഞ്ഞല്ലേ? നമ്മള് ഈ ഭാഗം പറഞ്ഞു. മട്ടത്രികോണം OPT. മട്ടത്രികോണം OPTയിൽ ഇത് 7 സെന്റിമീറ്റർ. പിന്നെ സ്പർശരേഖയുടെ നീളം 24 സെന്റിമീറ്റർ. ഇത് 7 സെന്റിമീറ്ററും ഇത് 24 സെന്റിമീറ്ററും. ഇത് മട്ടകോണാണ്. അപ്പൊ ഇതായിരിക്കും കാരണം ഏറ്റവും വലിയ വശം. ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടും അല്ലെ. അപ്പൊ OP സ്ക്വയർ സമം OT സ്ക്വയർ പ്ലസ് PT സ്ക്വയർ സമം ഇതിന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയർ ആയി വരും. PT സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24ന്റെ സ്ക്വയർ. 7ന്റെ സ്ക്വയർ 49, 24ന്റെ സ്ക്വയർ 576. ഇത് രണ്ടും കൂട്ടും. 9 6 15 5 ശിഷ്ടം 1. 7 1 കൂട്ടും 8, 8 4 12 2 അല്ലെ, ഇഷ്ടം 1. പിന്നെ ബാക്കി 5 ആണ്. 5 1 കൂട്ടും 6, 625. എന്ത് കിട്ടി? OP സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ ആണ് 625. ഇതിന്റെ സ്ക്വയർ 625, OP സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ OPയുടെ നീളം 625ന്റെ റൂട്ട് എടുത്താൽ മതി. എത്ര കിട്ടാം? ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആണ് നോക്കിയാൽ മതി. 25ന്റെ സ്ക്വയർ ആണ്ടോ. അപ്പൊ OP സമം 25 ആണ്. റൂട്ട് ഓഫ് 625. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏത് സംഖ്യന്റെ സ്ക്വയർ ആണ് നോക്കും. 25ന്റെ സ്ക്വയർ ആണ്. 25 കുളിച്ചാലാണ് കിട്ടുക. അപ്പൊ ഉത്തരം 25 സെന്റിമീറ്റർ. ഈ ദൂരം 25 സെന്റിമീറ്റർ. ഇത് 24, ഇത് 7, ഇത് 25. അപ്പൊ നമ്മൾ നേരത്തെ വെച്ച ഇത് 7 ആണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും വരെ 7 അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച എത്ര ഉണ്ടാകുന്നത്? 24 24. അത് രണ്ടും തുല്യാണ്. 25. ചിലപ്പോ ഇങ്ങനെ വരും. ശ്രദ്ധിച്ചോ,
ഒരു വൃത്തം ആരം അറിയില്ല, അതിൽ ഒരു തൊടുവര, ഒരു വൃത്തം ആരം അറിയില്ല, നീളം അറിയില്ല തന്നെ. ഈ സ്പർശരേഖകളൊക്കെ നീളമാണ്. തന്നിരിക്കുന്ന സ്പർശരേഖ പി ടിയും പി ടി ഡാഷും ഒക്കെ 24 സെന്റിമീറ്റർ. കോപ്പിയുടെ നീളം 25 ആണ്. അങ്ങനെയാണെങ്കിൽ ആരം എത്രയെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ കാണാം. ഇനി ഇത് രണ്ടും തന്നു 7, പക്ഷേ ഇത് തന്നിട്ടില്ല, ഇത് 25 ആണ്. അപ്പൊ ഒരു മട്ടത്രികോണം എടുക്കാം, ഇതിലൊന്ന് പൈതഗോറസ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. പി ടി എത്രയാണോ നീളം അത് തന്നെയായിരിക്കും പി ടി ഡാഷ് അല്ലേ. അപ്പോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട്, ഈ ചാപ്റ്റർ ആദ്യത്തെ സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് നമ്മൾ തിരിച്ചു വരാം. ഓക്കെ.